കോൺഗ്രസ് വിട്ട് NCPയിൽ ചേക്കേറിയ മുൻമന്ത്രിയും MP ഒക്കെയായ PC ചാക്കോയ്ക്കൊരു വിചാരമുണ്ടായിരുന്നു. തലമുക്കമുള്ള നേതാക്കന്മാരില്ലാത്ത NCPയിൽ കൊടികുത്തി വാഴാമെന്ന്. എന്നാൽ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. പിണറായി മന്ത്രിസഭയിലെ AK ശശീന്ദ്രൻ അടക്കമുള്ള ചില NCP നേതാക്കൾക്ക് ചാക്കോയോട് പുല്ലുവില ആയതാണ് കാരണം. പാർട്ടിയിലെത്തി മാസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന അധ്യക്ഷ പദവി വരെ നടന്നു കയറിയെങ്കിലും ഇന്നും NCP എന്ന പാർട്ടിയെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യാനോ നിയന്ത്രിക്കാനോ PC ചാക്കോയ്ക്ക് സാധിച്ചിട്ടില്ല. കുട്ടനാട്ടിലെ MLA തോമസ് കെ തോമസിനെ ഒപ്പം നിർത്തി ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തുരത്താൻ പലവട്ടം മുംബൈക്ക് ചാക്കോ വണ്ടി കയറിയെങ്കിലും ഒന്നും ഇതുവരെ നടന്നില്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ശശീന്ദ്രനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമീപനമാണ് ഇവിടെ ചാക്കോയ്ക്ക് തിരിച്ചടിയായത്. ക്ലിഫ് ഹൗസിലെത്തി പലവട്ടം ചാക്കോയും സംഘവും ശശീന്ദ്രനെ മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും പിണറായി വിജയൻ അനങ്ങിയിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിക്ക് വെറും കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ എന്ന് PC ചാക്കോ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇത്. പിണറായി വിജയനെ ചോദ്യം ചെയ്താൽ മുന്നണിക്ക് പുറത്തു പോകേണ്ടി വരുമെന്നും കേരളത്തിലെ NCP പിളരുമെന്നും ബോധ്യമുള്ള PC ചാക്കോ വലിയ എതിർപ്പുകൾക്ക് നിന്നിരുന്നില്ല. എന്നാൽ ഉള്ളിലുള്ള പിണറായി വിരോധം മറക്കാതെ കാത്തു സൂക്ഷിച്ച ചാക്കോ അത് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് LDFിൽ വലിയ പൊട്ടിത്തെറികൾക്കാണ് കാരണമാകുന്നത്. NCP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ PC ചാക്കോ നടത്തിയ പ്രസംഗത്തിൽ നിറഞ്ഞു നിന്നത് പിണറായി വിരോധമാണെന്ന് കാണാൻ സാധിക്കും. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വിസമ്മതിച്ച മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കുറിക്കുകൊള്ളും വിധം സംസാരിക്കാൻ അറിയാമായിരുന്നു എന്നാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ PC ചാക്കോ പ്രസംഗിച്ചത്. ഈ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ശബ്ദരേഖാരൂപത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഒരു മാറ്റം വേണോ എന്നാണ് അദ്ദേഹം ചോദിച്ചതെന്നും പുറത്തു വന്ന പ്രസംഗത്തിൽ PC ചാക്കോ പറയുന്നു. അതിനായി നിർബന്ധം പിടിക്കരുത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞതായി PC ചാക്കോ വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രിമാറ്റം എന്നത് ശരത് പവാറിൻ്റെയും തങ്ങളുടെ പാർട്ടിയുടെയും തീരുമാനമാണെന്നും അത് നടപ്പാക്കണമെന്നും താൻ ആവശ്യപ്പെട്ടിട്ടും അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞിട്ടില്ലെന്നും PC ചാക്കോ അതിൽ പറയുകയാണ്. തനിക്ക് ഇടതുപക്ഷ മുന്നണിയിൽ പലതും പറയാമായിരുന്നെന്നും മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കുറിക്കുകൊള്ളും വിധം ഇക്കാര്യങ്ങൾ പറയാമായിരുന്നു എന്നും PC ചാക്കോ തട്ടിവിടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തനിക്ക് വലിയ പബ്ലിസിറ്റി ലഭിച്ചേനെയെന്നും അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പിന്മാറിയതെന്നും ചാക്കോ പറയുന്നത് ഈ ശബ്ദശകലത്തിൽ കേൾക്കാം. 2025 ജനുവരി 27 തിരുവനന്തപുരത്ത് നടന്ന NCP ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ചാക്കോ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ആഞ്ഞടിച്ചത്. പുതിയ പാർട്ടിയുണ്ടാക്കി ഇടതുമുന്നണി വിടണമെന്ന് PC ചാക്കോ ആഗ്രഹിക്കുന്നതായും ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. ഇക്കാര്യവും 27 നടന്ന യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നെന്നും ഇതിൻ്റെ പേരിൽ ആ യോഗത്തിൽ തർക്കവും വാക്കേറ്റവും ഉണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്ന ആറ്റുകാൽ സജി ചാക്കോയ്ക്കെതിരെ കോഴ ആരോപണം ഉന്നയിച്ചത്. NCPക്ക് അനുവദിച്ച PSC അംഗത്തിന് PC ചാക്കോ കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം. പിന്നാലെ ആറ്റുകാൽ സജിയെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയാണ് ചാക്കോ പകവീട്ടിയത്. എന്തായാലും പുതിയ വഴിത്തിരിവുകളുടെ പശ്ചാത്തലത്തിൽ PC ചാക്കോ കേരളത്തിൽ NCPയുടെ അന്തകനാകാനുള്ള എല്ലാ സാധ്യതകളുമാണ് തെളിഞ്ഞു കത്തുന്നത്.